ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേക്ക് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രണയ കഥയാണ് രൂത്തിൻ്റെ പുസ്തകം. ശമൂവേൽ പ്രവാചകൻ തന്നെയാണ് ഈ പുസ്തകവും എഴുതിയത് എന്നാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു അനുമാനം. ദാവീദിൻ്റെ മഹത്തായൊരു പാരമ്പര്യം പറയുന്ന ഒരു ഗ്രന്ഥം കൂടെയാണല്ലോ ഇത്. ബോവസ് രൂത്ത് ദമ്പതികൾക്ക് പിറന്ന ഓബേദാണ് ദാവീദിൻ്റെ വലിയപ്പച്ചൻ. അതുകൊണ്ട് തന്നെ മശിഹാ പാരമ്പര്യത്തിൽ ഈ പുസ്തകത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകം വായിക്കുന്ന ഏവർക്കും അറിയാം, തീരാനഷ്ടത്തിൻ്റെ കഥ പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. കനത്ത ദുഃഖഭാരവും പേറി 2 സ്ത്രീകൾ മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്ക് അഥവാ യഹൂദ്യ ദേശത്ത് വന്ന് ബെത്ലഹേമിലേക്ക് നവോമിക്ക് ഭർത്താവിനെയും 2 ആൺമക്കളെയും നഷ്ടപ്പെട്ട് ബെത്ലഹേമിലേക്ക് മടങ്ങി വന്ന് വസിക്കുന്ന ഒരു അനുഭവത്തെയാണ്, ഒരു സാഹചര്യത്തെയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. നവോമിക്ക് ഭർത്താവിനെയും 2 മക്കളെയും നഷ്ടപ്പെട്ടുവെങ്കിൽ രൂത്ത് എന്ന പെൺകുട്ടിക്ക് നന്നേ യൗവനത്തിൽ അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ദൈവത്തിൽ ആശ്രയം വെച്ച് അമ്മാവി അമ്മയോടൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന ധൈര്യശാലിയായൊരു പെൺകുട്ടിയെ ഈ പുസ്തകം അവതരിപ്പിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ തീരാനഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് വചനം പല സന്ദർഭങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല, ഇന്നും തുടരുന്നു, നിർബാധം തുടരട്ടെ. ആ ഇംഗ്ലീഷ് മൂവിയിലെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ഒരു വിശ്വപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ ജീവിതത്തിൻ്റെ ദിശാസന്ധിയിൽ മനസ്സിൻ്റെ താളം തെറ്റി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കയറിക്കൂടുന്നു. ചാടി ജീവനൊടുക്കാനാണ് താല്പര്യം. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ കാഴ്ചയിൽ ഭ്രാന്തൻ കണക്കെ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നു. ഇദ്ദേഹം വളരെ വിശ്വപ്രസിദ്ധനായതുകൊണ്ട് തന്നെ ഈ പാഴ്ശ്രമം നാട്ടുകാരറിഞ്ഞു, പത്രക്കാരറിഞ്ഞു, എല്ലാവരും വന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: പലരെയും, ആയിരക്കണക്കിന് ആൾക്കാരെ മരണമുഖത്ത് നിന്ന് രക്ഷിച്ച താങ്കൾക്കെന്തേ ഇത് പറ്റിയത്? താങ്കൾക്കെന്തേ ഇങ്ങനെ പറ്റിയത്? ഉത്തരങ്ങളില്ലാതെ അദ്ദേഹം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ആളൊഴിഞ്ഞ സന്ദർഭത്തിൽ തന്നെ പിന്തിരിപ്പിച്ച ഭ്രാന്തനെ കണക്കെ തോന്നുന്ന ആ മനുഷ്യനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളാരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അദ്ദേഹം സ്വയം താൻ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞില്ല. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞൊരു സെൻറ്റൻസാണ് ആ മൂവിയിലെ വളരെ പ്രസക്തമായൊരു ഡയലോഗ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് ശ്രമിച്ചത്, ഞാനവിടെ ഒരു കോമ വരച്ചു എന്നാണ്. ഇനിയും എഴുതി തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്, ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ പല കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു, ഞാനിവിടെ ഒരു കോമ ഇട്ട് കൊടുത്തു, ബാക്കി എഴുതൂ. ഇന്നലകളിൽ വന്ന അപരാധങ്ങളും ജീവിതത്തിൽ വന്ന ഇടർച്ചകളും കണ്ട് നിങ്ങൾ പതറിപ്പോകരുതേ, ഇനിയും ഒരുപാട് ദൂരം. നവോമി, രൂത്ത് എന്ന ഈ 2 വ്യഥകൾ നിറഞ്ഞ വനിതകളുടെ ജീവചരിതം നമ്മോട് പറയുന്നതും മറ്റൊന്നല്ല. നവോമിക്കാണെങ്കിൽ ഈ നഷ്ടങ്ങളുടെ കണക്ക് അസഹനീയമാണ്. രൂത്തിനാണെങ്കിൽ ഇനി എന്ത് എന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും അവയുടെ മധ്യേ ഇനിയും തുടരാനുണ്ട്. ഈ ജീവിതം എങ്ങനെയാണ് കരുപ്പിടിപ്പിക്കപ്പെട്ടത്? രൂത്തിൻ്റെ ഈ ജീവിതം എങ്ങനെയാണ് പിന്നത്തേതിൽ കരുപ്പിടിപ്പിക്കപ്പെട്ടത് എന്നതാണ് നമ്മളിന്ന് ചുരുക്കമായി ചിന്തിക്കുന്നത്. 3 കാര്യങ്ങളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. 1, രൂത്ത് എന്ന പെൺകുട്ടിയുടെ കഠിനാധ്വാനം, ഹാർഡ് വർക്ക്. രൂത്തിൻ്റെത് ഒരു ദുരന്ത ജീവിതമാണ്. അന്യദേശത്ത് ക്ഷാമം കാരണം പാർക്കാൻ വന്ന ഒരു കുടുംബത്തിലെ അമ്മയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവ്, സ്വത്ത്, മക്കൾ എല്ലാം. ശൂന്യതയുടെ കണാക്കയങ്ങളിൽ മുങ്ങിയ ഒരമ്മയെ അനുധാവനം ചെയ്തവൾ. അതിന് ചില്ലറ ധൈര്യം പോരാ. എല്ലാം നഷ്ടപ്പെട്ടൊരമ്മയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ പുറപ്പെട്ടവൾ രൂത്ത്. സ്വന്തം ദേശത്ത് നിന്ന്
താൻ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് പോകുന്നവൾ, ജീവിച്ച് പരിചയപ്പെട്ട സാഹചര്യങ്ങൾ, പൊരുത്തമില്ലാത്ത ജീവിതാനുഭവങ്ങൾ, ചുറ്റുപാടുകൾ, തനിക്ക് പരിചയമില്ലാത്ത ആരാധനാ രീതികൾ, അതിലേക്കാണ് അവൾ ഇനി നടന്നു നീങ്ങാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ പുതിയ നാട്ടിൽ പുതിയ ജീവിതം തുടങ്ങണം, അമ്മായിയമ്മയെ പോറ്റണം, ഇതായിരുന്നു അവളുടെ ഏറ്റവും പരമമായ ലക്ഷ്യം. ഇതിനെങ്ങനെയാണ് ഒരു സ്ത്രീക്ക് കഴിയുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കഴിയുക? സ്ത്രീ എന്നുള്ളത് വിടാം. ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് കഴിയുക? പണ്ടൊരു ധ്യാനഗുരു ഉണ്ടായിരുന്നു. ഈ ധ്യാനഗുരുവിനോട് ഒരുപാട് സങ്കടങ്ങളൊരു മനുഷ്യൻ ഓടിച്ചെല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, സഹിക്കാൻ പറ്റണില്ല, താങ്ങാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും? മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും? ഇദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം കേട്ടിട്ട് ഈ ധ്യാനഗുരു ഓടി വീട്ടിൻ്റെ അകത്തേക്ക് പോയി. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കയ്യിൽ ഒരു പൊതി ഉപ്പും കുറേ ഉപ്പുമായിട്ട് ഫ്രണ്ടിൽ വന്നു. എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉപ്പെല്ലാം എടുത്ത് ഈ ഗ്ലാസ്സിൽ കലക്കുക. ഈ ഉപ്പെല്ലാം എടുത്ത് ഗ്ലാസ്സിൽ കലക്കി എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. ഒരു സിപ്പ്, അസഹനീയം, പറ്റുന്നില്ല. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ എന്നോടൊപ്പം വരും. അവർ ഒരുമിച്ച് പോയി. കുറേ ഉപ്പുമായിട്ട് പോയി ഈ ഉപ്പിനെ എടുത്ത് പുഴയിലിറങ്ങി. പുഴയിൽ ഉപ്പ് കലക്കി. പുഴ ഇങ്ങനെ നിർബാധം നീങ്ങിപ്പോവുകയാണല്ലോ. എന്നിട്ട് ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞു. കുടിച്ചു. ദാഹം തീരുവോളം കുടിച്ചു. ഉപ്പ് നിനക്ക് യേശുന്നില്ലേ? ഇല്ല. ഉപ്പ് അറിയുന്നില്ലേ? ഇല്ല. ദാഹം തീരുവോളം കുടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചോദിച്ചു, ഈ രണ്ടനുഭവങ്ങൾ നിന്നെ പഠിപ്പിക്കുന്ന എന്താണ്? പറഞ്ഞു, സങ്കടങ്ങൾ കൊണ്ട് കുടുസായിപ്പോയ, ചുരുങ്ങിപ്പോയ നിന്റെ മനോമുകുരത്തിൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെ ഉപ്പ് രസത്തെ നീ കലക്കിയാൽ അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. നിന്റെ മനസ്സ് വിശാലമാകട്ടെ, കുറെ കൂടെ തുറവിയുണ്ടാകട്ടെ, കുറെ കൂടെ വലിപ്പമുള്ളൊരു മനസ്സുണ്ടാകട്ടെ. ആ വലിയ മനസ്സിൽ ഈ കുറേ സങ്കടങ്ങൾ കലക്കിയാൽ അത് നിന്നെ ബാധിക്കത്തില്ല എന്ന് പറയുന്നു. ഇത്രയും വലിയൊരു മനസ്സ് രൂത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യം. അങ്ങനെയെങ്കിൽ അവൾ അമ്മാവിയമ്മയോടൊപ്പം, എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മയോടൊപ്പം ഇറങ്ങിപ്പുറപ്പെടാൻ തീരുമാനിച്ച രൂത്തിനറിയാം, വെറുതെ ഇരുന്നാൽ കാര്യങ്ങൾ അങ്ങനെ നടക്കത്തില്ല. അവൾക്ക് കഠിനാധ്വാനവും അതിൻ്റെ പിന്നിൽ കാര്യക്ഷമതയുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമാണ് എന്നവൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നവോമിയോടൊപ്പം ബെത്ലഹേമിൽ വന്ന രൂത്ത് അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ആകുന്ന വിധങ്ങളിലെല്ലാം അവൾ അധ്വാനിച്ചു. തെല്ലും അപകർഷതാബോധമില്ലാതെ സമൂഹത്തിൽ ഏറ്റവും താണ ജോലികൾ വരെ അവൾ ചെയ്തു. അതെങ്ങനെ മനസ്സിലാക്കാം? രൂത്ത് പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൺ, അദ്ദേഹം സ്ഥാനമേൽക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സെനറ്റർ എഴുന്നേറ്റുകൊണ്ട് തെല്ല് പുച്ഛത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ അച്ഛൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നില്ലേ? ജീവിതത്തിൻ്റെ വളരെ സുപ്രധാന വേളയിലൂടെ കടന്നു പോകുന്നതിന് മനുഷ്യനോട് ചോദിക്കുകയാണ്. അബ്രഹാം ലിങ്കൺ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ ഈ വേളയിൽ എൻ്റെ അപ്പനെ ഓർമ്മിപ്പിച്ചതിന് നന്ദി, എൻ്റെ പിതാവിനെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. എൻ്റെ അച്ഛൻ ചെരുപ്പ് കുത്തിയായിരുന്നു, പക്ഷേ എൻ്റെ ആകുലത, എൻ്റെ പപ്പ ഏറ്റവും മികച്ചൊരു ചെരുപ്പ് കുത്തിയായിരുന്നു. എനിക്കൊരു മികച്ച പ്രസിഡൻ്റ് ആകാൻ പറ്റുമോ എന്തോ, ഇതാണ് എൻ്റെ ആകുലത. ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എനിക്കൊരു മികച്ച പ്രസിഡൻ്റ് ആകാൻ പറ്റുമോ എന്തോ, എൻ്റെ അപ്പനെ പോലെ അത്രയും കമ്മിറ്റ്മെൻറ്റ് എൻ്റെ തൊഴിലിന് കൊടുക്കാൻ പറ്റുമോ എന്തോ സംശയമുണ്ട്. അപകർഷതാബോധം കൊണ്ട് തലകുനിക്കേണ്ടി വന്നൊരു സാഹചര്യത്തെ ആത്മാഭിമാനത്തോടെ നെഞ്ചുയർത്തി നിന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രൂത്തും അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കിണറിനെ കുറിച്ചൊരു ചൊല്ലുണ്ട്: കോരിക്കൊണ്ടിരുന്നാൽ ഊറും, കോരാതിരുന്നാൽ നാറും. അധ്വാനമാണ്, നിരന്തരമായ അധ്വാനം, നിരന്തരമായ പ്രയത്നം, നിരന്തരമായ ഊറ്റ്, നിരന്തരമായ ഉറവ, അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. അപകർഷതാബോധം കൊണ്ട് ഒന്നിനും പോകാതിരിക്കരുത്, അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. രൂത്ത് അതീവ കഷ്ടം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ അവൾ അതിനെ അതിജീവിച്ച ഒന്നാമത്തെ കാര്യം
ഇതാണ്, ലജ്ജാഭാരം കൂടാതെ മാറി നിന്നില്ല, കഠിനമായി അധ്വാനിച്ചു. നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും മാനിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ പരിശ്രമങ്ങളെ വില കുറച്ച് കാണുന്നൊരു കർത്താവല്ല. നിങ്ങൾ ഏതു മണ്ഡലത്തിലാണ്, ഏതു മേഖലയിലാണ് പ്രവർത്തിക്കുന്ന ദൈവത്തിന് വിഷയമല്ല. കർത്താവ് നിങ്ങൾ എവിടെ ആക്കി വച്ചിരിക്കുന്നോ അവിടെ കമ്മിറ്റഡാണോ, സമർപ്പിതനാണോ, നിങ്ങളുടെ അധ്വാനങ്ങളെ കർത്താവ് മാനിക്കുന്നു. അത് നിങ്ങളുടെ പ്രൊഫഷൻ ആകട്ടെ, നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രൈവറ്റ് സെക്ടേഴ്സിലെ ജോലികളാകട്ടെ, ഇന്നത്തെ IT മേഖലയിലെ വിസ്മയ കാഴ്ചകളാകട്ടെ, എവിടെയാകട്ടെ, കർത്താവ് നിങ്ങൾ എവിടെ ആക്കി വച്ചിരിക്കുന്നു, നിങ്ങളുടെ പരിശ്രമങ്ങളെ, നിങ്ങളുടെ ഹാർഡ് വർക്കിനെ മാനിക്കുന്ന, അതിനെ റിവാർഡ് ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. രൂത്തിൻ്റെ അധ്വാനത്തെ കർത്താവ് മാനിച്ചു. 2, അതീവ കഷ്ടം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ അതിജീവനത്തിൻ്റെ ത്രാണി രൂത്ത് സംഭരിച്ച രണ്ടാമത്തെ നിമിത്തം ദൈവാശ്രയമാണ്. രൂത്ത് 2:3. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിൽ ചെന്നു. ഇങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യവശാൽ അവൾ അവിടെ എത്തപ്പെട്ടു. ഇപ്പോൾ ബോവസിന് കുറേ പുരയിടമുണ്ട്, അവിടെ ഇങ്ങനെ വിളവുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ നിന്ന് കുറേ പെറുക്കിയെടുത്തു, പാവങ്ങളോടൊപ്പം പോയി കുറേ പെറുക്കിയെടുത്തു. ബോവസിനെ പോലെ ഒരുപാട് പണക്കാർ നാട്ടിലുണ്ട്. പക്ഷെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഫോർച്യുനേറ്റ്ലി, ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ ചെന്നു. അറിഞ്ഞുകൊണ്ട് പോയതല്ല, മുന്നറിവോടെ പോയതല്ല, അവൾ അവിടെ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഇറ്റ് ഹാപ്പൻഡ് ഷി കെയിം ടു ദ പാർട്ട് ഓഫ് ദ ഫീൽഡ് ബിലോങ്ങിങ് ടു ബോവസ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? രൂത്തിനെ സംബന്ധിച്ച് ബോവസിൻ്റെ വയലിൽ ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ അതൊരു റൈറ്റ് പ്ലേസ്, അതൊരു റൈറ്റ് ചോയ്സ് ആയിരുന്നു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൻ്റെ പേരാണ് ദൈവാശ്രയം. നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് ചോയ്സ്, ഇത് മൂന്നും സംഭവിക്കുന്നു. അതിനാണ് ബൈബിൾ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിലൊരു കാര്യം ആശ്രയം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് ചോയ്സ്, നിങ്ങൾക്ക് കിട്ടുന്നത് റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് ചോയ്സ്. ഇതാണ് ദൈവാശ്രയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഭാഗ്യം നമുക്ക് ലോട്ടറി എടുക്കുമ്പോൾ കിട്ടത്തില്ല. ഈ ഭാഗ്യം നമുക്ക് ദൈവാശ്രയത്തിലൂടെയാണ് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് വെറുതെ പറയുന്നതല്ല. ഈ രൂത്തിനെ ബോവസ് കണ്ടുമുട്ടിയിട്ട് ആദ്യമായിട്ട് ബോവസ് പറയുന്നൊരു ആശംസ ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയം വെച്ച് ഇവിടെ വന്നിരിക്കുന്ന നിനക്ക് കർത്താവ് പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഒരു പിടുത്തമില്ലാതെ നീങ്ങിയൊരു ജീവിതമാണ്. നീ ഇസ്രായേലിൻ്റെ ദൈവത്തെ ആശ്രയിച്ചാണ് ഇറങ്ങിത്തിരിച്ചത്. അത് നിനക്ക് അനുഗ്രഹമായി മാറും. യു വിൽ ബി റിവാർഡഡ്. അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും. ദൈവത്തിൽ ആശ്രയം വെച്ച് ചെയ്തൊരു പ്രവർത്തിക്ക് നിനക്ക് പ്രതിഫലമുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് ശക്തമായി പറയുന്നത്. ബോവസ് അവിടെ പറയുന്നു, രൂത്ത് 2:11, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് നീ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ നിന്റെ സൽപ്രവർത്തികളെ ഞാൻ കേട്ടിരിക്കുന്നു. കൊള്ളാം, ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നിനക്ക് സ്വയം ഒരു ജീവിതം കണ്ടെത്താമായിരുന്നു. പക്ഷെ നീ അമ്മയെ കൈവിട്ടില്ല. കാര്യം ആ അമ്മ എല്ലാം നഷ്ടപ്പെട്ടൊരു അമ്മയാണ്. മക്കളും ഭർത്താവും എല്ലാം നഷ്ടപ്പെട്ടൊരു അമ്മയാണ്. ആ അമ്മയെ കൈവിടാതെ നീ വന്നതും നീ ചെയ്തതുമായ നല്ല പ്രവർത്തികളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഗുഡ്. ഇതാണ് ബോവസ് രൂത്തിന് കൊടുത്ത ആശംസ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ചില സമാഗമങ്ങൾ, ചില ആഭിമുഖ്യങ്ങൾ, ചില കൂടിച്ചേരലുകൾ, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ ആകസ്മികമായി വന്നതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു. അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും അതാണ്.
ഇതൊക്കെ ചില ആഭിമുഖ്യങ്ങൾ, ചില കൂടിച്ചേരലുകൾ കർത്താവ് കൂട്ടിയോജിപ്പിച്ചത്, ഇതൊക്കെ നമുക്ക് അതിശയകരമായും ആകസ്മികമായും തോന്നിയേക്കാം. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു. നിന്റെ ദൈവാശ്രയത്തിന് പ്രതിഫലം കിട്ടും. ഇന്ന് നിങ്ങൾ ബാക്കി എല്ലാം മറന്നാലും ഈ ഒരു വചനവും നെഞ്ചിൽ ഏറ്റെടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ നീ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ ദൈവാശ്രയത്തിന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. നിന്റെ ദൈവാശ്രയത്തിന് പ്രതിഫലം കിട്ടും. എന്നോടൊപ്പം ചേർന്ന് പറയാമോ? നിന്റെ ദൈവാശ്രയത്തിന് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. നമ്മുടെ ദൈവാശ്രയത്തിന് പ്രതിഫലം കിട്ടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കൃപയില്ലാതെ ഒരു റൈറ്റ് ചോയ്സ് ഇല്ല. കൃപയില്ലാതെ നമ്മളൊരു റൈറ്റ് പ്ലേസിലേക്ക് വരുന്നില്ല. നമ്മുടെ പ്രൊഫഷൻ ഒരു റൈറ്റ് ചോയ്സ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഷിയർ ഗ്രേസ്. കൃപയല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരുപക്ഷെ രൂത്ത് വേറൊരു പുരയിടത്തിൽ ചെന്ന് പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അനുകൂലതയും അനുഗ്രഹവും അവളുടെ ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ അടുത്ത് പോയി. ഭാഗ്യവശാൽ പോയി. കർത്താവ് ഒരുക്കിയതാണ് അത്. അതുകൊണ്ട് ചില വചനങ്ങൾ ചേർന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3, 5, 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സങ്കീർത്തനങ്ങൾ 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എൻ്റെ ഉള്ളിൽ ചില ഭയങ്ങൾ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ വേറെ വഴിയൊന്നുമില്ല, നിന്നിൽ ആശ്രയിക്കും. യിരെമ്യാവ് 17:7. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യം നോക്കുക, അവിടെ ഇനി ഭാഗ്യം വരുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ വളരെ ദയനീയമായൊരു സാഹചര്യത്തെ രൂത്ത് അതിജീവിച്ച് രണ്ടാമത്തെ വിധം ദൈവാശ്രയം. നമ്പർ 3. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു മാനുഷ്യ സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ പേരാണ് ആർദ്രത. മലയാളത്തിലെ ബ്യൂട്ടിഫുൾ വാക്കാണ്. ഒരു വല്ലാത്ത വികാരമാണ് ആ വാക്കിന്, ആർദ്രത. ചില വാക്കുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഷയിൽ. മരിച്ചുകൊണ്ടേയിരിക്കുന്നൊരു വാക്കാണിത്, ആർദ്രത. ബ്യൂട്ടിഫുൾ വാക്കാണ് ആർദ്രത. ഈ കഥയിലെ ബോവസും കുറഞ്ഞ മനുഷ്യനല്ല കേട്ടോ. ഈ ബോവസിന് രൂത്തുമെല്ലാം ഇസ്രായേലിലെ പാരമ്പര്യത്തിൽ വന്നത് ദാവീദിന്റെ ജനനത്തോടു കൂടെയാണ്. മഹാധനികൻ എന്നാണ് ബോവസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ധനവാന്മാരിലും നല്ല മനുഷ്യരുണ്ട്. മഹാധനികൻ മേ ബി അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ കൈമാറ്റം ചെയ്യപ്പെട്ട പുരയിടങ്ങളാകാം. നല്ല മനുഷ്യർക്ക് മഹാധനമുണ്ടാകുമ്പോൾ അതൊരിക്കലും പറ്റിച്ചുണ്ടാക്കിയതല്ലല്ലോ, നേരായ വഴിയിലൂടെ ഉണ്ടായതാണ്. മഹാധനവാൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3 ഗുണങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. 1, ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത. 2, കൈൻഡ്നസ്, ദയാലുത്വം, ആർദ്രത. 3, സെൻസ് ഓഫ് ഡ്യൂട്ടി ടു ദ എക്സ്റ്റെൻഡഡ് ഫാമിലി. കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാട് നിർവഹിക്കാൻ അദ്ദേഹം സമർപ്പിതനാണ് ഈ ബോവസ്. ഒരുപക്ഷെ ഈ രൂത്തിനെ തന്നെ അദ്ദേഹം കൈക്കൊള്ളുന്നത് അങ്ങനൊരു കടപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, വീണ്ടെടുപ്പുകാരനായിട്ടാണ് ബോവസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളും പുതിയ നിയമത്തിൻ്റെ നിഴലാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. പഴയ നിയമത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. അപ്പോൾ ഈ ബോവസിനെ കുറിച്ച്, ബോവസ് ഇങ്ങനെ വീണ്ടെടുപ്പുകാരൻ. രൂത്ത് എന്ന പെൺകുട്ടിയെ പ്രതിഫലം നോക്കാതെ വീണ്ടെടുത്തവൻ. അതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പ്രതിഫലം നോക്കാതെ ഒരു പെൺകുട്ടിയെ വീണ്ടെടുത്തു. ആ പെൺകുട്ടിയുടെ പേരാണ് തിരുസഭ. അതാണ് പഴയ നിയമത്തിൻ്റെ നിഴലും പൊരുളുമായി വചനം ഇങ്ങനെ മാറുന്നത്. ബോവസ് അങ്ങനെ വീണ്ടെടുപ്പുകാരനാണ്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാട് വ്യക്തതയോടെ നിർവഹിച്ചവനാണ്. പ്രിയമുള്ളവരെ, തൻ്റെ പുരയിടത്തിൽ ധാന്യം ശേഖരിക്കാൻ വരുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയ നിമിഷം മുതൽ അയാൾ വളരെ ആർദ്രചിത്തതയോടെ ആ പെൺകുട്ടിയോട് പെരുമാറി. രൂത്തിനോട് പറഞ്ഞു, നീ വേറെ ഒരിടത്തും പോണ്ട കേട്ടോ, ഈ വിളയിൽ വന്നാൽ മതി. നിനക്ക് ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ ദാഹജലം
ആവശ്യമായ ധാന്യം അതിവിടെ നിന്ന് നിനക്ക് എടുത്തുകൊള്ളാം. രൂത്ത് 2:14. ഭക്ഷണ സമയത്ത് ബോവസ് അവളെ വിളിച്ച് ഒരു ടേബിൾ ഫെലോഷിപ്പ് ഒരുക്കി അവളെയും കൂടെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആർദ്രമായ ചില പെരുമാറ്റങ്ങൾ ചില മനസ്സുകളെ അടിമുടി രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ ബോവസ് എന്ന മഹാധനികൻ രൂത്ത് എന്ന പെൺകുട്ടിയെ പ്രതിഫലം നോക്കാതെ വീണ്ടെടുക്കുന്നൊരു പ്രണയത്തിൻ്റെ കഥ കൂടെയാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആർദ്രത എന്ന ഈ വികാരം, ആർദ്രത എന്ന ഈ ആശയം, ആർദ്രത എന്ന ഈ സമർപ്പണം അതുകൊണ്ട് തന്നെ ഒരു വീണ്ടെടുപ്പിൻ്റെ പര്യായമായി മാറുന്നു. വീണ്ടെടുപ്പിൻ്റെ പര്യായമായി മാറുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്നായി തിരയുള്ള ഒരു സമയത്ത് കടലോരത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്നൊരു ചക്കൻ ഈ തിര ഇങ്ങനെ അടിച്ച് കരയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ മീനുകളും വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ കൊച്ചന് ഭയങ്കര സങ്കടം തോന്നി. ഇവൻ ഓടിച്ചെന്ന് ഇങ്ങനെ തിര കൊണ്ടുവരുന്ന മീനുകളെ പെറുക്കിയെടുത്ത് കടലിലേക്ക് തിരിച്ചെറിയുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഒരു വഴിപോക്കൻ ആ കൊച്ചിനോട് ചോദിച്ചു, എടാ മോനെ, നീ ഇങ്ങനെ ഈ തിര കൊണ്ടുവരുന്ന മീനുകളെ എത്ര പെറുക്കിയെടുക്കും? എത്രയോ മീനുകളിവിടെ തിര കൊണ്ടുവരുന്നു, എത്രയോ മീനുകൾ ചത്തു വീഴുന്നു. നിന്നെ കൊണ്ട് മാത്രം നീ എത്ര മീനുകളെ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് നീ എന്ത് ഡിഫറൻസാണ് അവിടെ ഉണ്ടാക്കാൻ പോണത്? ആ കൊച്ചൻ പറഞ്ഞു, അങ്ങനെ എല്ലാവർക്കും എല്ലാ ഡിഫറൻസും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഞാനിങ്ങനെ എടുത്തെറിയുന്ന ഒരു മീനുണ്ടല്ലോ, ആ മീനിന് ഞാൻ കൊടുക്കുന്ന ഡിഫറൻസ് വളരെ വലുതാണ്. ആ മീനിന് ഞാൻ കൊടുക്കുന്ന ഡിഫറൻസ് വളരെ വലുതാണ്. ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരും രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരാൾക്ക് ഞാൻ അയാളുടെ ജീവിതത്തിൽ ഞാൻ വരുത്തുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അതാണ് ഈ ആർദ്രത എന്ന വികാരം. ആർദ്രത എന്ന വികാരം നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താനും ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മളായിരിക്കുന്ന കൊച്ചിടങ്ങളിലുണ്ടല്ലോ, അവിടെ നീ വരുത്തുന്ന ഡിഫറൻസ് വളരെ വലുതാണ്, വളരെ വലുതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, രൂത്ത് എന്ന പെൺകുട്ടി ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെല്ലാം അപവാദം പറഞ്ഞേനെ? രൂത്ത് എന്നൊരു പെൺകുട്ടി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ആ കുട്ടിയെക്കുറിച്ച്? 1, 2, 10 നമ്മൾ എന്തെല്ലാം പറഞ്ഞു വരുത്തിയാനെ, അല്ലേ? എന്തെല്ലാം പറഞ്ഞു വരുത്തിയാനെ? അവളുടെ പ്രണയത്തെ നമ്മൾ എങ്ങനെ കാണുമായിരുന്നു? ബോവസ് എന്ന വീണ്ടെടുപ്പുകാരൻ്റെ ആർദ്രചിത്തതയെ നമ്മൾ എങ്ങനെ സമീപിക്കുമായിരുന്നു? എങ്ങനെ സമീപിക്കുമായിരുന്നു? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതൊരു പ്രസക്തമായൊരു ചോദ്യം കൂടെയാണ്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കാഴ്ചകൾക്കും അനാവശ്യമായ കമൻറ്റുകൾ പറയാതിരിക്കുക, ഗോസിപ്പുകൾ ഇറക്കാതിരിക്കുക, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രൂത്ത് ബോവസ് ദമ്പതികളുടെ പിന്നത്തേതിൽ ദമ്പതികളായി മാറ്റപ്പെട്ട അവരുടെ കഥ നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതാണ്, പ്രസക്തമായൊരു ചോദ്യവും അതാണ്. ഒരു സംഭവ കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു നാട്, ഒരു ഗ്രാമം, തനതായ ശീലങ്ങളും തനതായ നിയമങ്ങളുമുള്ള ഒരു നാട്ടിൻപുറം. അവിടുത്തെ ഒരു പല രീതികളിൽ, വ്യത്യസ്തതയാർന്ന പല രീതികളിൽ ഒന്നിങ്ങനെയാണ്. ആ നാട്ടിൻപുറത്ത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും കാര്യം കട്ടുകൊണ്ടുപോയാൽ, മോഷ്ടിച്ചാൽ, മോഷണക്കുറ്റത്തിന് അവനെ പിടിച്ചാൽ, അവൻ മോഷ്ടിച്ച വസ്തു ഏതാണോ ആ വസ്തുവിൻ്റെ ആദ്യാക്ഷരം അവൻ്റെ നെറ്റിയിൽ ചാപ്പകുത്തും. അവനെ നെറ്റിയിൽ ചാപ്പകുത്തും. അങ്ങനൊരു യുവാവ് നന്നേ വിശന്ന സന്ദർഭത്തിൽ അലഞ്ഞു നടക്കുമ്പോൾ ഒരു ആടിനെ കണ്ടു. ഇവനെ ആടിനെ അടിച്ചു മാറ്റിക്കൊണ്ടൊരൊറ്റ ഓട്ടം അങ്ങ് അപ്പുറത്തെ ചന്തയിൽ പോയി മറച്ചു വിൽക്കുന്ന വേളയിൽ നാട്ടുകാർ കൂടിയിട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവൻ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ആടാണ്, ആടുകള്ളൻ, പിടിക്കേ, ആടുകള്ളൻ. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ അവനെ വളങ്ങിട്ട് പിടിച്ചു. ആടുകള്ളനെ പൊക്കി. ആടുകള്ളനെ കൊണ്ടുവന്ന് നാട്ടുപ്രമാടെ മുമ്പിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഇവൻ്റെ കുറ്റം, സംഗതി വിശന്നിട്ടാണ് എങ്കിലും കുറ്റക്കാരനാണല്ലോ, ആടിനെ അവൻ മോഷ്ടിച്ചു, ശരിയാണ്. ആടുകള്ളനെ പിടിച്ചു. ആടുകള്ളനെ പിടിച്ചപ്പോൾ എന്നിട്ട് ഷീപ്പ് എന്ന വാക്കിൻ്റെ ആദ്യാക്ഷരം യെസ് അവൻ്റെ നെറ്റിയിൽ ചാപ്പകുത്തി. ആടുകള്ളൻ, ഷീപ്പ്. നന്നേ യൗവനത്തിലാണ് ഇത് സംഭവിച്ചത്. അവൻ മധ്യവയസ്കിലേക്ക് പോയപ്പോഴും അവൻ്റെ നെറ്റിയിൽ എസ് ഉണ്ട്. നാട്ടുകാരെല്ലാം അവന് പേരിട്ടു ആട്, ആട്. പോകുമ്പോഴും വരുമ്പോഴും എല്ലാവരും ആട്, ആട്, ആട് എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ വേറൊരു വികാരം, അവന് ആടുകളോട് പ്രണയം തോന്നി, ആടുകളോട് സ്നേഹം തോന്നി.
അവൻ ആടുകളെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ എവിടെ ആടിനെ കണ്ടാലും അതിനെ പരിചരിക്കും. ഏതെങ്കിലും ആട് വിശന്നിട്ട് കണ്ടാൽ ഉടനെ പുല്ല് പെറുക്കി കൊടുക്കും, കുഴ വെട്ടിയിട്ട് കൊടുക്കും, പച്ചില വെട്ടിയിട്ട് കൊടുക്കും. ഏതെങ്കിലും ആടിന് സുഖമില്ലാതെ കണ്ടാൽ അതിനെ പരിചരിക്കും. അത് ആരുടെ ആടായാലും. ആരുടെയെങ്കിലും ആടുകൾ വഴിതെറ്റിപ്പോയാൽ ഓടിച്ചെന്ന ആടിനെ രക്ഷപ്പെടുത്തിയെടുത്ത് ആ ഉടമസ്ഥന് കൊണ്ടു കൊടുക്കും. അങ്ങനെ അവൻ ആട് സ്നേഹിയായി മാറി. കാലങ്ങളിങ്ങനെ താണ്ടി 10-40 വർഷം പിന്നിട്ടു. കാലാന്തരത്തിൽ ഒരു വീട്ടുപടിക്കൽ ഒരമ്മച്ചിയും കൊച്ചുമോനും ഇരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പോകുന്നു. ആ സമയത്ത് ഈ കൊച്ചുമോൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, എന്തുകൊണ്ടാണ് ആ അങ്കിളിൻ്റെ നെറ്റിയിൽ യെസ് എന്ന് ചാപ്പ കുത്തിയിരിക്കുന്നത്? യെസ്, എന്തുകൊണ്ടാണ് അങ്കിളിൻ്റെ നെറ്റിയിൽ യെസ് എന്ന് ചാപ്പ കുത്തിയിരിക്കുന്നത്? ആ അമ്മച്ചി പറഞ്ഞു, ഹീസ് എ സെയിൻറ്റ്, അവനൊരു വിശുദ്ധനാണ്. യെസ്, വിശുദ്ധനാണ്. കാലം തിരുത്തി എഴുതിയ കഥന. രൂത്തിൻ്റെ ജീവിതവും അതാണ്. യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുമ്പോൾ ഈ പേരും അവിടെ ആവർത്തിക്കപ്പെടുന്നു. ഈ പേരും അവിടെ ആവർത്തിക്കപ്പെടുന്നു. രൂത്തിന് ബോവസ് ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ കുലത്തിലെ വലിയപ്പച്ചനായി മാറി. യേശു ആ കുടുംബത്തിൽ പിറന്നു. കാലം തിരുത്തി എഴുതിയ കഥ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിൻ്റെ ഏതു സങ്കീർണമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഈ 3 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. 1 കഠിനാധ്വാനം, 2 ദൈവാശ്രയം, 3 ആർദ്രത. ഇത് 3ഉം നിങ്ങളുടെ ജീവിതത്തെ ഏതു സാഹചര്യത്തിലും മാറ്റിമറിക്കും. കർത്താവ് നമ്മളെയും അതിന് പര്യാപ്തമാക്കട്ടെ, പ്രാപ്തരാകട്ടെ. ആമേൻ.